The nurse is caring for a client who is receiving prescribed mirtazapine. Which of the following statements, if made by the client, would indicate a therapeutic response? Select all that apply. I am not smoking cigarettes anymore. My blood glucose has decreased. My depression has gotten better. I am sleeping 8 hours a night. My blood pressure is back to normal. ഈ മരുന്ന് മിർത്താസാപ്പിൻ അല്ലേ, അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരു പേഷ്യൻ്റ്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പേഷ്യൻ്റ് പറഞ്ഞിട്ടുള്ളത് തെറാപ്യൂട്ടിക് റെസ്പോൺസ് സൂചിപ്പിക്കുന്നത്, അപ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. മരുന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതറിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. മനസ്സിലാക്കേണ്ട കാര്യം മിർത്താസാപ്പിൻ അല്ലേ, മിർട്ടാസാപ്പിൻ അങ്ങനെ പറയാം. മിർട്ടാസാപ്പിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഒരു ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. ഓക്കെ, ബേസിക്കലി. അപ്പോൾ അതിൽ തന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കുക, തിയറിയിൽ പറഞ്ഞിട്ടില്ലാത്തൊരു സംഭവമാണ്. ഓക്കെ, ട്രൈസൈക്ലിക് അല്ല, ടെട്രാസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റ് ആണിത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് നല്ലൊരു സെഡേറ്റീവ് ഡ്രഗും കൂടെയാണ്. ഇത് ബേസിക്കലി ചെയ്യുന്നത് മറ്റേ നമ്മുടെ ഇത് തന്നെ, ഇത് എന്താണ് ഇങ്ങനെ ഓർത്താൽ ഡിപ്രഷനിൽ എന്തായിരുന്നു, സെറട്ടോണിനും പിന്നെ 5-HTയും പിന്നെന്താ നോറെപ്പിനെഫ്രിനും കുറയുന്നു. അപ്പോൾ ഇത് രണ്ടും കൂട്ടുകയാണ് മരുന്ന് ചെയ്യുന്നത്. ഇത് സെറട്ടോണിനും നോറെപ്പിനെഫ്രിനും കൂട്ടുകയാണ്. പിന്നുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഇത് സെഡേറ്റീവ് ഡ്രഗ് ആയതുകൊണ്ട് തന്നെ ഡിപ്രഷനിൽ നിങ്ങൾക്കറിയാം ഇൻസോംനിയ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് എന്താ പറയണ്ടേ, ഏർലി ഇൻസോംനിയ അല്ലേ, ലേറ്റ് ഇൻസോംനിയ എന്നുവെച്ചാൽ വെളുപ്പിനങ്കാലത്തൊക്കെ ഉറക്കമില്ലാതെ എഴുന്നേക്കുന്ന പരിപാടി. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഡിപ്രഷൻ ബന്ധപ്പെട്ടുള്ള ഇൻസോംനിയം കൂടെ ഉള്ള, ഉറക്കക്കുറവും കൂടെ ഉള്ള പേഷ്യൻസിന് ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. ഈ ഡ്രഗ് ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, മിർട്ടാസാപ്പിൻ എന്ന് പറയുന്ന ഡ്രഗ് ഒരു ടെട്രാസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. പോയിന്റുകൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇത് ഡിപ്രഷന് ഉപയോഗിക്കുന്നു, അതുകൂടാതെ ആൻസൈറ്റി ഡിസോർഡേഴ്സിനും ബെസ്റ്റാണ്, പിന്നെ ഉറക്കക്കുറവ് ഇൻസോംനിയയ്ക്കും നല്ലതാണ്. ഇത് സെഡേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഡോസ് ചെയ്യുന്ന ഇറ്റ് ഈസ് ഡോസ്ഡ് അറ്റ് നൈറ്റ്, അല്ലെങ്കിൽ രാത്രിയിലാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഡിപ്രഷനും കൺകോമിറ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂട്ടത്തിൽ ഇൻസോംനിയ ഉള്ളവർക്ക് ഇത് ബെസ്റ്റ് ഡ്രഗാണ്. പക്ഷേ ഇതിന് കുറച്ച് സൈഡ് എഫക്ട്സ് എല്ലാ ആൻറ്റി ഡിപ്രസൻസിലും ഉള്ളവർ ഇവിടെയുണ്ട്. വിശപ്പ് കൂട്ടും, ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ്, അതുകൊണ്ട് തന്നെ തടി വെക്കും, വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, സെഡേഷൻ പറഞ്ഞായിരുന്നു, ഉറക്കം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിനെസ്സും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെയാണ് ഈ ഒരു ഡ്രഗ്. പുതിയൊരു ഡ്രഗ് എന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ ചിലരിലെങ്കിലും ചിലപ്പോൾ കേട്ടുള്ളതായിരിക്കും. നമ്മൾ പഠിച്ചു വന്ന രീതിക്ക് ഇത് പുതിയൊരു ഡ്രഗായിട്ട് എടുക്കണം. സോ അങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് അറിവുകൊണ്ട് അറിഞ്ഞു വെച്ചേക്കുക. ഇതൊരു ആൻറ്റി ഡിപ്രസൻറ്റും ഉറക്കക്കുറവിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. ഇനി ഓപ്ഷൻസ് ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും. ഐ ആം നോട്ട് സ്മോക്കിംഗ് സിഗരറ്റ്സ് എനിമോർ. ഇത് നിക്കോട്ടിനോടുള്ള ക്രേവിങ് കുറയ്ക്കുന്ന മരുന്നൊന്നും അല്ലിത്. അതൊന്നും നമ്മൾ പഠിച്ചുമില്ല, ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് സെസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറഞ്ഞിട്ട് അങ്ങനെ രീതി ചിന്തിക്കുക അല്ലേ. ഐ എം നോട്ട് സ്മോക്കിംഗ് സിഗരറ്റ്സ് എനിമോർ, അതുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് അല്ലാത്തതുകൊണ്ട് തന്നെ അത് ഒരു തെറാപ്യൂട്ടിക് റെസ്പോൺസ് കാണിക്കുന്ന ഒരു കമൻ്റ് ആണോ, ഓപ്ഷൻ ആണോ? അല്ല, കാരണം അതിനല്ലല്ലോ അത് ഉപയോഗിക്കുന്നത് നമ്മൾ. അതിനല്ല ഉപയോഗിക്കുന്നത് മാത്രമല്ല അങ്ങനെ ഒരു എഫക്റ്റും അതിനില്ല. സോ അതുകൊണ്ട് അത് നമുക്ക് കളയാം. നമ്മുടെ ആൻസർ അല്ല. മൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹാസ് ഡിക്രീസ്ഡ്. എന്താ പറയുന്നത്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നുകൾ ഒരുപാടുണ്ട്. വയച്ചെന്നൊക്കെ നമ്മൾ പറയും അല്ലേ, അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ. അങ്ങനത്തെ മരുന്നല്ല ഇത്, അതുകൊണ്ട് അതും കളയാം. മൈ ഡിപ്രഷൻ ഹാസ് ഗോട്ടൻ ബെറ്റർ. അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ മൂഡിൽ വ്യത്യാസമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതൊരു തെറാപ്യൂട്ടിക് റെസ്പോൺസ് ആകണം. ഡിപ്രഷനുള്ള പേഷ്യൻ്റ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിപ്രഷൻ മാറി എന്നുള്ളത് ഒരു തെറാപ്യൂട്ടിക് റെസ്പോൺസ് ആയിട്ട് എടുക്കാം. അതപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ, സ്ട്രേറ്റ് ക്വസ്റ്റ്യനാണ്. ഇഫ് മെയ്ഡ് ബൈ ദി ക്ലയൻറ്റ് വുഡ് ഇൻഡിക്കേറ്റ് എ തെറാപ്യൂട്ടിക് റെസ്പോൺസ്. അപ്പോൾ നമുക്കത് ഓപ്ഷൻ ചൂസ് ചെയ്യാം. കറക്റ്റാണോ? ഐ എം സ്ലീപ്പിംഗ് 8 hours in night. സ്റ്റാൻഡേർഡ് വേണ്ട നമുക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ്. അത് കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസോംനിയയിൽ വ്യത്യാസം ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ. അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉറക്കക്കുറവുണ്ടാവും, അതിൽ മാറ്റം വന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അതും തെറാപ്യൂട്ടിക് റെസ്പോൺസ് ആയിട്ട് എടുക്കാം. മൈ ബ്ലഡ് പ്രഷർ ഈസ് ബാക്ക് ടു നോർമൽ. BP കുറയ്ക്കുന്ന മരുന്നല്ല ഇത്. ഓക്കെ, അതുകൊണ്ട് അതും തെറ്റ്. ഓപ്ഷൻ E തെറ്റ്, B തെറ്റ്, A തെറ്റ്. Cയും Dയും കറക്റ്റായിട്ട് ചേരുന്നതുകൊണ്ട് ഓപ്ഷൻ Cയും Dയും ആണ് റൈറ്റ് ആൻസേഴ്സ്.